വിവേകിയുടെ ഒരു യാത്രയായിരുന്നു. മഴ പെയ്തിട്ട് പണി പാളി. കുസാറ്റ് ബോക്സിംഗ് ക്ലബിലാണ്. അങ്ങനെ ഞാനും വിവേകിയുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ കുസാറ്റ് ബോക്സിംഗ് ക്ലബ്ബിൽ പോയി. അവിടെയാണ് നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്ത്. അവിടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്തു. പുഷപ്സിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്ത്. ഇത് അത്യാവശ്യം വൈഡായിരുന്നു, അതുകൊണ്ട് ഇത്തിരി ഫുള്ള് നമുക്ക് അപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് പുള്ളപ്സ് നമ്മൾ ചെയ്ത്. എവിടെ ആയാലും ഏത് സാഹചര്യത്തിലും നമ്മൾ ചെയ്യണമല്ലോ, നമ്മുടെ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ പുള്ളപ്സ് കംപ്ലീറ്റ്. ഞാൻ കുസാറ്റ് ബോക്സിംഗ് ക്ലബ്ബിലെ പിള്ളേർ ബോക്സേഴ്സാണ്. ബോക്സേഴ്സ് കാർത്തിക് സാറിൻ്റെ ഇതിൽ കാർത്തിക് സാർ ചെയ്യിപ്പിക്കുകയാണ്. കാർത്തിക് സാർ പിള്ളേരൊക്കെ നല്ലവണ്ണം വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ നമ്മുടെ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് ആണ്. സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് അത് നമ്മൾ ചെയ്തു. സോറി ഫ്രണ്ട്സ്, നമ്മളെ കുറേ ദിവസത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് 18ാമത്തെ ദിവസത്തെയാണ്. കൗണ്ട് പറയുന്നതാണ് തേർഡ് സെറ്റ് പുഷപ്സ് എന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസത്തെ പെൻഡിങ് കിടക്കുമായിരുന്നു. യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, തിരക്ക് കാരണം. ഇൻസ്റ്റയിൽ അത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ല. മാത്രമല്ല ഇപ്പോൾ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് അത് ഇട്ടേ പറ്റൂ യൂട്യൂബിൽ. പിന്നെ അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം സമയമില്ലായിരുന്നു. സമയം ജോലിപരമായിട്ട് നിൽക്കുന്നതുകൊണ്ട്, പ്ലസ് ക്ഷീണമുണ്ട്, ഉറക്കം. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ ഞാനിത് പണി പഠിക്കുന്നേ ഉള്ളൂ. പിന്നെ ആദ്യം ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. സോറി, അതുകൊണ്ട് തന്നെ എല്ലാവരോടും സോറി പറയുന്നു. ബട്ട് ഇനി അത് പ്രോപ്പറാക്കി കറക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് മാക്സിമം. അങ്ങനെ നമ്മൾ തേർഡ് സെറ്റ് പുഷപ്സും കഴിഞ്ഞു. ദെൻ തേർഡ് സെറ്റ് പുള്ളപ്സ് ആണ്. എല്ലാം കുസാറ്റ് ബോക്സിംഗ് ക്ലബ്ബിൽ തന്നെ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്തത്. കുസാറ്റിലെ ബോക്സേഴ്സ് പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മളും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത്. 4 സെറ്റ് പുള്ളപ്സ് ആണ്. 4 സെറ്റ് പുള്ളപ്സും നമ്മൾ ചെയ്തു. അങ്ങനെ 4th സെറ്റ് പുഷപ്സും നമ്മൾ അവിടെ തന്നെ ചെയ്തു. ഇത് ജിമ്മാണ്, ജിമ്മിനകത്ത് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കുസാറ്റിലെ പിള്ളേർക്ക് ഇന്ന് സ്ട്രെങ്ത് വർക്കൗട്ടായിരുന്നു. 4 സെറ്റ് വർക്കൗട്ട്സ്, ഫുൾ ബോഡി വർക്കൗട്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ 4 സെറ്റ് ഫിനിഷ് ആയി. 1000 പഞ്ചസ്. ഇവ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്താലും ഇവ കൂടെ തന്നെ ആയിരുന്നു. ഫുള്ള് സപ്പോർട്ടായിട്ട് എൻ്റെ ഇവത്തി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1000 പഞ്ചസ് ഇടിക്കുകയാണ്. പഞ്ചസും എല്ലാം നമ്മൾ അത്യാവശ്യം ആദ്യത്തെ മാത്രമേ സ്ലോ ഉള്ളൂ, ബാക്കി എല്ലാം സ്പീഡ് ഓടിക്കി വിടുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ടൈം അത്രയും നമുക്ക് ഇതില്ല, അതുകൊണ്ട് നമ്മൾ സ്പീഡിലാണ് എല്ലാം. പിന്നെ വേറൊരു കാര്യം, പഞ്ചിങ് ബാഗൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് സ്ലോയിലാണ് ചെയ്യുന്നത്. സ്ലോലി മീൻസ് ഫുൾ പവറല്ല ഇടിക്കുന്നത്,
1000 പഞ്ചസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് ആദ്യം നമ്മുടെ എൻഡുറൻസ് അനുസരിച്ചാണ് ഇടിക്കുന്നത്. പ്ലസ് നമ്മളൊരു ടൈം ആകുമ്പോൾ ഫുൾ പവറിൽ തന്നെ ഇടിച്ചു തുടങ്ങും. അതാണ് നമ്മുടെ റിസൾട്ട്. പ്ലസ് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് വീണ്ടും പറയുകയാണ്, നമ്മൾ പഞ്ചിങ് ബാഗ് തന്നെ ഇടിക്കണമെന്നില്ല, അല്ലെങ്കിൽ പഞ്ചിങ് പാഡ് തന്നെ ഇടിക്കണമെന്നില്ല. ഷാഡോ ബോക്സിങ് ആയാലും ഓക്കെയാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് ആദ്യമേ പറഞ്ഞിരുന്നത്, ഷാഡോ ബോക്സിങ്ങും ഓക്കെയാണ്. അപ്പോൾ അത് ആർക്കും കൺഫ്യൂഷൻ ആവേണ്ട. 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് ഷാഡോയിലായാലും ഓക്കെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 1000 പഞ്ചസും ഇതിൽ തന്നെ ഫിനിഷ് ചെയ്തു. എപ്പോഴും എൻ്റെ സെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ 50 പുഷപ്സിൻ്റെ 2 സാധാരണ 100 ചെയ്തുകൊണ്ടിരുന്നത്. 100 ആകുമ്പോൾ ഒരു സെറ്റ്. അപ്പോൾ 50ൻ്റെ 2 ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി യഥാർത്ഥത്തിൽ ഓരോ ദിവസം ഓരോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 51, 52 അങ്ങനെ ഓരോ ദിവസത്തിനും. ഇന്ന് ഡേ 18 ആണ്. അപ്പോൾ 68 പുഷപ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ റിസൾട്ട്. ഓരോ ദിവസം നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം പഞ്ചിങ് ബാഗ് ആണെങ്കിൽ അത്യാവശ്യം സ്പീഡ് കൂട്ടുന്നുണ്ട്. പിന്നെ പുള്ളപ്സ് ആണെങ്കിൽ ഇപ്പോൾ 20 എന്നുള്ളത് 22 റേഞ്ചിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് കുറച്ച് പഞ്ചസ് മാത്രം നമ്മൾ നോർമൽ ഒരിച്ചിരി സ്പീഡും കൂട്ടിയിട്ട് അങ്ങനെ ഫിനിഷ്
bunches finish. ജീവിതത്തിൽ ഏറ്റവും ഇറക്കം ഉണ്ടാവും. ഇറക്കം വരുമ്പോൾ പ്രതീക്ഷ കൈവിടരുത്. സ്റ്റേ ഫിറ്റ്. അപ്പോൾ ഇത് ലാസ്റ്റ് സെറ്റാണ്, 5th സെറ്റ്. എല്ലാം ഏകദേശം നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തത്, കാരണം ടൈമും ഇല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ഒരുമിച്ച് മീൻസ് ഗ്യാപ്പുണ്ട്, ബ്രേക്ക് എടുക്കുന്നുണ്ട്, റിലാക്സ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. കുറച്ച് വൈഡ് ആയതുകൊണ്ട് അപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പുള്ളപ്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി ഒരു 100 പുഷപ്സ് ഇവിടെ ഉള്ളത്. ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ് ലാസ്റ്റ് സെറ്റ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആയിരുന്നു. ലാസ്റ്റ് സെറ്റ് പുഷപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് ആയാലും ലൂസിങ് ആയാലും പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, നല്ല കണക്ക് ഫുഡ് കഴിക്കുക. നമ്മൾ കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല എനർജി വേണം. അപ്പോൾ കാപ്സ് അങ്ങനെ കട്ട് ചെയ്യാനോ അങ്ങനെ ഒരു ഇത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നല്ല കണക്ക് ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഉഷാറാവട്ടെ. എല്ലാവർക്കും നമ്മളെ ഗ്രൂപ്പ് കുറേ പേരുണ്ട്, അവർക്ക് എല്ലാവരോടും ഞാൻ പറയുകയാണ് മെയിനായിട്ട് നമ്മളെ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റേ ഫിറ്റ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.